ബാൻഡ് വാദ്യവും തേരുമില്ലാത്ത പള്ളിപ്പെരുന്നാളിനെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. എന്നാൽ അതുപോലൊരു പെരുന്നാളുണ്ടെന്ന് എൻ്റെ ഡ്രൈവർ സുഡു എന്നോട് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അത് കണ്ടേക്കാമെന്ന് കരുതിയാണ് ഞാൻ പഴയങ്ങാടിയിലെത്തുന്നത്. ആകാശത്തിലേക്ക് നോക്കി എന്തോ ആംഗ്യം കാണിച്ചതിന് ശേഷം ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോയ അയാൾ തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ആശ്ചര്യം വന്നു. അയാൾ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ്. കൂടെയുള്ള ഇയാൾ ഒരു പ്രത്യേകതരം സ്റ്റെപ്പുകൾ വയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാനന്ന് ലിത്വാനിയയിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു ഉത്സവ പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. ഈ സീബ്രയുടെ തോലുകൊണ്ടുണ്ടാക്കിയ ഷർട്ടിട്ട ഈ പയ്യൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചിരി കണ്ടാലറിയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം സന്തോഷിക്കുന്ന വ്യക്തിയാണെന്ന്. ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കാണുമ്പോൾ ശിങ്കാരമേളക്കാരുടെ കോച്ചാണ് ഇദ്ദേഹമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ മീശ പിരിച്ച് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇത് അവരുടെ ഒരു ആചാരമായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇദ്ദേഹം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ബലൂൺ നേരെ നിവർത്തി നിർത്താൻ ശ്രമിക്കുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയം വന്നു. ഇരുട്ടത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് തപ്പിത്തടഞ്ഞ് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെയും ഞാൻ കണ്ടു. വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഇതുപോലുള്ള ഉത്സവങ്ങളും പെരുന്നാളുകളുമൊക്കെയാണ് മലയാളികളുടെ ജീവിതത്തിൻ്റെ നേരം പോക്കുകൾ. മംഗോളിയൻ ഗോത്രവർഗത്തിലെ തലവന്മാർ കളിക്കുന്നത് പോലെയുള്ള സ്റ്റെപ്പുകളാണ് ഇദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കാശിയിലും ഹരിദ്വാറിലും കാണുന്ന ചില അഘോരി സന്യാസിമാരുടേത് പോലെ എനിക്ക് തോന്നി. ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ഇനിയുള്ള ജീവിതത്തിൻ്റെ ആയുസ്സ് നമുക്കാർക്കും അറിയില്ല. എങ്കിലും വരുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും ഇതുപോലെ പ്രകാശപൂരിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പഴയങ്ങാടിയിൽ നിന്നും എൻ്റെ യാത്ര തുടർന്നു.